വർക്കല ബീച്ചിൽ പോയി ബിക്കിനി ഇടാൻ മടിക്കുന്ന ഞങ്ങളടക്കമുള്ള മലയാളി പെൺകുട്ടികൾ പട്ടായയിൽ പോയാൽ ബിക്കിനി ഇടാൻ റെഡിയാണ്. അപ്പോൾ ഇതൊരു സൊസൈറ്റി അല്ലെങ്കിൽ സാമൂഹിക നിർമ്മിതിയല്ലേ ഈ വസ്ത്രധാരണം, സഭ്യമായത്, മാന്യതായതുള്ളൊക്കെ? എന്താണ് രാഹുലിന്റെ അഭിപ്രായം? പക്ഷേ ലോകത്ത് എവിടെയും ബിക്കിനി ഇട്ട് ആരെങ്കിലും ഉദ്ഘാടനത്തിനടുത്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല. പട്ടായയിലാണെങ്കിൽ പോലും നാളെ അവിടെ ഒരു പരിപാടി നടക്കുകയാണ്, സ്കൂളിലെയോ കോളേജിലെയോ പരിപാടിയിൽ ഏതെങ്കിലും ഒരു വ്യക്തി ബിക്കിനി ഇട്ട് ഉദ്ഘാടനം ചെയ്യാൻ വരാറ്. ജിം ഉദ്ഘാടനത്തിന് പിന്നെ പട്ടുസാരി കൊടുത്ത് വരണം? വേണ്ട, പട്ടുസാരി എടുത്ത് വരുന്നത് അരോചകമാണ്. അതേപോലെ സ്കൂൾ ഉദ്ഘാടനത്തിന് ബിക്കിനി ഇട്ട് വരുന്നത് അരോചകമാണ്. അപ്പോൾ സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ചുള്ള ഡ്രസ്സ്, അതാണ് മാന്യത, അതാണ് അപ്രോപ്രിയേറ്റ്. കൃത്യം പറഞ്ഞാൽ ശരിക്കും ഇംഗ്ലീഷിലെ വാക്ക് അപ്രോപ്രിയേറ്റ്നെസ്, ഉചിതം അനുചിതം. നമ്മൾ മാന്യത മര്യാദ എന്ന് പറയുമ്പോൾ ഉദാഹരണം പറയാം, പട്ടുസാരി എടുത്ത് ആരെങ്കിലും പബ്ബിൽ പോയാൽ എല്ലാവരും കൂവയല്ലേ ചെയ്യൂ, ഒരു കുലസ്ത്രീ വരുന്നു എന്നാരും പറയാറില്ല. പട്ടുസാരിയോ കേരള സാരിയോ ധാവണിയോ ഹാഫ് സാരിയോ എടുത്ത് ആരെങ്കിലും ഒരു പബ്ബിലോ ഡിസ്കോത്തേക്കിലോ പോയാൽ ആൾക്കാർ എന്തുകൊണ്ട് കൂവും? കൂവണം, സംശയമൊന്നുമില്ല, കൂവണം. എന്തുകൊണ്ട് കൂവും? ഞാനൊരു ഭാരതീയ വനിതയാണ്, അതുകൊണ്ട് ഞാൻ പബ്ബിൽ ഇതേ വരും എന്ന് പറഞ്ഞാൽ ആൾക്കാർ കൂവും. കാര്യം അത് ചുമ്മാ പറയുന്നതാണെന്ന് അറിയാം. പക്ഷേ ഈ അപ്രോപ്രിയേറ്റ് ഡ്രസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ കാലാകാലങ്ങൾ കഴിയുമ്പോൾ മാറണ്ടേ? കേരള സർവീസ് റൂൾസ് പറഞ്ഞിട്ട് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു റൂൾ ഉണ്ട്. അതിൽ മാന്യമായ വസ്ത്രം ധരിച്ചിട്ട് വേണം സർക്കാർ ഓഫീസിൽ വരാനെന്നുണ്ട്. അത് എഴുതിയ സമയത്ത് അന്നുണ്ടായിരുന്ന മാന്യമായ ഡ്രസ്സ് സാരിയാണ്. അത് കഴിഞ്ഞ് ചുരിദാറിലേക്ക് വന്നു. ഇപ്പൊ ജീൻസും കുർത്തിയും ഒക്കെ ഇട്ട് സർക്കാർ ഓഫീസുകളിൽ പെൺകുട്ടികളും സ്ത്രീകളും വരുന്നുണ്ട്. അപ്പൊ ഇത് എന്തിന്റെ ബേസിലാണ് ഈ പറയുന്നത്? ഒരു 100 വർഷം കഴിഞ്ഞാലും പബ്ബിൽ പട്ടുസാരി മാന്യമായ ഡ്രസ് ആവും? ആവാൻ സാധ്യതയുണ്ടല്ലോ. നമ്മൾ ആയിക്കോട്ടെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പം ചർച്ച ചെയ്താൽ പോരെ. എന്തായാലും ഇപ്പൊ അല്ലല്ലോ. അതായത് വേണമെങ്കിൽ നമുക്ക് താത്വികമായി ആദർശപരമായി പറയാം, 100 വർഷത്തിന് ശേഷം പബ്ബിൽ പട്ടുസാരിയോ അല്ലെങ്കിൽ കേരള സാരിയോ മറ്റേ കസവ് സാരിയോ ട്രെൻഡ് ആവുമെന്ന് നമുക്കറിയില്ല. ട്രെൻഡ് ആവുമെന്ന് ഒരു പക്ഷേ ട്രെൻഡ് ആയേക്കാം. എന്തായാലും ഇപ്പോൾ അല്ലല്ലോ. അപ്പോൾ അതിനൊരു അരോചകത്വവും അനുചിതത്വവും ഉണ്ട്. അപ്പോൾ ഇവിടെ നേരെ മറിച്ച് ബിക്കിനി ഇട്ടുകൊണ്ട് ആരും ഉദ്ഘാടനം ചെയ്യാൻ പോയി എന്നല്ല, നേരത്തെ ബിക്കിനി എന്ന് ഉദാഹരണം പറഞ്ഞുകൊണ്ടേ പറഞ്ഞേ ഉള്ളൂ. നമ്മൾ അമിതമായി എക്സ്പോസ് ചെയ്ത് ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ച് പോകുന്നതിന് അരോചകത്വം ഉണ്ടെന്ന് പറയുന്നതിൻ്റെ റീസൺ, സ്കൂളും കോളേജും അങ്ങനെയുള്ള സരസ്വതി ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെയോ അല്ലെങ്കിൽ കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ ചില മാന്യതയും മര്യാദയും വേണം. കുറച്ച് എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നെ പറയാം. നമ്മുടെ അമലാപോൾ അടക്കമുള്ളവർ സെയിൻറ്റ് ആൽബർട്ട്സിൽ പോയപ്പോൾ അല്ലെങ്കിൽ ഹണി റോസ് അടക്കം പല ഉദ്ഘാടനങ്ങൾക്കും പോയപ്പോൾ ഈ വരുന്ന ആൾക്കാർ, ക്യാമറ എടുക്കുന്ന ആൾക്കാർ ഉദ്ഘാടനം കാണാൻ വരുന്നതാണോ? അവർ വരുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അവർ മൊബൈൽ ഫോണിൽ എടുക്കുന്നത് ഉദ്ഘാടനത്തിന്റെ തിരി തെളിയിക്കുന്നതാണോ? ഈ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഹണി റോസ് ആയാലും ആരായാലും ആ ഡ്രസ് ഇട്ടിട്ട് അവിടെ വരുന്നത് അല്ലെ? ഹണി റോസ് അത് ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞ എനിക്കെതിരെ വീണ്ടും കേസ് എടുക്കാൻ ചാൻസ് ഉണ്ട്. താങ്കൾ പറഞ്ഞാൽ കുഴപ്പമില്ല. നമ്മൾ അട്രാക്റ്റീവ് ആവണം, നമ്മളെ 10 പേര് നോക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഡ്രസ് ചെയ്ത് ഉദ്ഘാടനത്തിന് വരുന്നത്. ഒരിക്കലും നേരത്തെ പറഞ്ഞ പോലെ പട്ടുസാരി ഉടുത്ത് പൊതിഞ്ഞു വെച്ച് പറുതിയിട്ട് ഉദ്ഘാടനത്തിന് വന്ന ആളുകൾ കൂടില്ല. നമ്മൾ MG റോഡില് സണ്ണി ലിയോൺ വന്നപ്പോൾ ബ്ലോക്ക് കണ്ട ആൾക്കാരാണ് നേരിട്ട്, ഇല്ലേ? അപ്പോ ഡ്രസ്സിങ്ങിന്റെ പ്രശ്നമാണോ അത്? അത് ഡ്രസ്സിങ്ങിൻ്റെ പ്രശ്നമല്ലേ? കാര്യം ഈ ഒരു പെൺകുട്ടിക്ക്, അതായത് നേരത്തെ പറഞ്ഞത് എൻ്റെ വാക്കുകളല്ല കേട്ടോ, എൻ്റെ വാക്കുകളല്ല, അതായത് മനഃപൂർവ്വം അങ്ങനെ ധരിച്ചു പോകുന്നത് ആൾക്കാരെ ആകർഷിക്കാനാണെന്ന് താങ്കൾക്ക് ആണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് പറയാൻ പറ്റൂല. അല്ല ആണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് പറയാൻ പറ്റൂല. ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹണി റോസിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു, അവഹേളിച്ചു